നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി കവുക്കോട് ശ്രീ കുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഇന്ന് ആഘോഷിക്കും. രാവിലെ 4-ന് നട തുറന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പട്ടിശ്ശേരി കൃഷ്ണകൃപ സംഘത്തിന്റെ തിരുവാതിരക്കളി നടക്കൽ പറവെപ്പുമുണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വാദ്യകലാകാരന്മാരായ കവുക്കോട് മണി, തിച്ചൂർ സുധി, വരവൂർ അപ്പു, ആലംകോട് വേണു, കടവലൂർ മോഹനൻ മാരാർ എന്നിവരുടെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യവും മേളത്തിൽ ആലിക്കര ഉണ്ണികൃഷ്ണനും നേതൃത്വം നൽകും. ഗജവീരൻ വടക്കുംനാഥൻ ശിവൻ ദേവിയുടെ തിടമ്പേറ്റും. തുടർന്ന് 13ഓളം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, ആലിക്കര ഗൗരിദാസിന്റെ തായമ്പകയും അരങ്ങേറും. ശേഷം കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ നടക്കും. രാത്രി 8-ന് കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റിയുടെ ഗാനമേളയും അരങ്ങേറും. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് താലത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് കെ ശങ്കരൻ നായർ, സെക്രട്ടറി കെ രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകും. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധ്യയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തിഗാനങ്ങളാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓർക്കസ്ട്ര ഒരുക്കിയത്. ആയിരങ്ങളാണ് ഗാനമേള ആസ്വദിക്കാനെത്തിയത്. ഭക്തിഗാനമേള സമർപ്പണത്തിനെത്തിയ KS ചിത്രയെ ദേവസ്വം ആദരിച്ചു. ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിലവിളക്ക് ഉപഹാരമായി സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ പൊന്നാട അണിയിച്ചു. ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ KP സജിത്ത്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽ ജി നാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S രാജലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, ഷാനി റജി, കൗൺസിലർമാരായ P രമേശ്, സുഷ ബാബു, ചന്ദ്ര രാമകൃഷ്ണൻ, ആതിര രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായിച്ചപ്പോൾ കണ്ടത്, അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടിയും ഈ വാക്സിനും കൊടുക്കുന്നതിന് വേണ്ടി ഇതൊരു നല്ല ഒരു പരിപാടിയായിട്ട് നമുക്ക് നമ്മുടെ വാർഡുകളിൽ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞു.
നെമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം നടന്നു. പ്രേക്ഷക പ്രശംസ നേടിയ വ്യത്യസ്തമായ നാടകാവതരണമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾക്കു ശേഷം ഒട്ടേറെ പുതുമകളോടെ ഒരുക്കുന്ന ഒറ്റക്കാള നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് പ്രശസ്ത ചലച്ചിത്ര താരം ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27-ന് ആദ്യ അവതരണത്തിനൊരുങ്ങുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് പ്രദീപ് നാരായണനാണ്. പ്രശസ്ത എഴുത്തുകാരനായ മുസ്തഫ പെരുമ്പറമ്പത്ത് എഴുതിയ ജ്യോതിർഗമയ, പ്രദീപ് നാരായണൻ എഴുതിയ സുലോചനയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ ചെറുകഥകളും കുറച്ച് നാട്ടുവിശേഷങ്ങളും ചേർത്താണ് ഒറ്റക്കാള ഒരുക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള 50ഓളം നാടകങ്ങൾ 2014 മുതൽ രംഗത്തെത്തിച്ച് അമേച്ചർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ നാടക സംഘത്തിന്റെ ഏറ്റവും പുതിയ നാടകത്തിന്റെ രചന പ്രശസ്ത നാടകകൃത്ത് സജീവൻ പ്രദീപൻ നിർവഹിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ നാടകപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശീലന കളരികളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിരന്തരമായി സംഘടിപ്പിക്കുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലിയാണ് നേതൃത്വം നൽകുന്നത്. ഈ പ്രദേശത്തെ 20ഓളം നാടകപ്രവർത്തകർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു. പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവ്, ലൈറ്റ്സ് സുരേന്ദ്രൻ തില്ലാന, മ്യൂസിക് എക്സിക്യൂഷൻ അൻസാർ അബ്ബാസ്, ആർട്ടിസ്റ്റ് കോർഡിനേഷൻ സുനിൽ ചന്ദ്രൻ, ഓഫീസ് നിർവഹണം സത്യൻ കണ്ടാണശ്ശേരി എന്നിവരാണ് നാടകത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ എ അയ്യപ്പന്റെ തിരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകം അധ്യാപകനായ റാഫി നീലങ്കാവിൽ വിദ്യാലയത്തിന് സമർപ്പിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. സ്കൂൾ പ്രധാനാധ്യാപകൻ PF ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി AD തോമസ് നന്ദി പറഞ്ഞു. റാഫി നീലങ്കാവിലും പ്രശാന്ത് മാധവനും ചേർന്ന് വർഷങ്ങളോളം പരിശ്രമിച്ച് സമാഹരിച്ച ലേഖനങ്ങൾ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസാണ് പ്രസിദ്ധീകരിച്ചത്. ഇറാൻ US ഇസ്രായേൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ട, സ്റ്റോപ്പ് വാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CPM പാൽവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാമാ ബസാറിൽ നടന്ന കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, PK നൌഫൽ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പെരിയമ്മക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ഗ്രാമിക ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുകൾ അരങ്ങേറി. ചൊവ്വാഴ്ച 3 മണിക്ക് മുണ്ടത്രക്കാവ് അയ്യപ്പൻകാവിൽ നിന്നും പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കലാനിലയം സനീഷും സംഘവും നയിച്ച മേളവും അനീഷ് കറുകുറ്റിയുടെ തായമ്പകയുമുണ്ടായിരുന്നു. വൈകിട്ട് പാക്കനാർ ഹരിജൻ വേലയും പ്രാചീന കലാരൂപങ്ങളും ക്ഷേത്രമുറ്റത്തെത്തിച്ചേർന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ഇറാന് നേരെയുള്ള അന്യായ യുദ്ധങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ടൗണിൽ നൈറ്റ് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. US ഇസ്രായേൽ കൂട്ടുകെട്ടിലൂടെ കുഞ്ഞുങ്ങളുൾപ്പെടെ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ലോകത്തിന്റെ മൗനം വലിയ അപകടമാണെന്നും മാനവികതയുടെ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് തറയിൽ അധ്യക്ഷത വഹിച്ചു. KS ഉമൈറ, PB ആരിഫ്, EA റഷീദ്, ഹംസ എളനാട് എന്നിവർ സംസാരിച്ചു. PH റഫീഖ്, ഷമീറ നാസർ, സുലൈഖ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ ചർച്ചാവേദി സംഘടിപ്പിച്ചു. ആഗോള അഹമ്മദിയ മുസ്ലിം ജമാത്തിൽ ചേരുന്നതിനുള്ള നിബന്ധനയായ ബയ്യത്തിന്റെ നിബന്ധന എന്ന വിഷയത്തിലായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. ഇമാം മഹ്ദി ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ ക്രോഡീകരിച്ചുകൊണ്ട് നിർമ്മിച്ച 10 നിബന്ധനകളിലെ ആദ്യ 3 എണ്ണത്തെ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മിഷണറിയായ മൗലവി ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ അദ്ഹർ അഹമ്മദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ചർച്ചാവേദിയിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ്, യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ് എന്നിവരടങ്ങിയ ചർച്ചാ പാനൽ അംഗങ്ങൾ സദസ്യരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി.
ലോക ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 15 വരെ തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ ബ്രാഞ്ചുകളിൽ സേവനം ലഭ്യമാകും. സൗജന്യ നേത്രപരിശോധന, ഗ്ലോക്കോമ ടെസ്റ്റ്, ഗ്ലോക്കോമ ഉള്ളവർക്ക് ആവശ്യമായ സ്കാനിംഗ് എന്നിവ സൗജന്യമായിരിക്കും. ശസ്ത്രക്രിയയ്ക്കും കണ്ണടകൾക്കും 15% കിഴിവും നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9848678222 9207758916 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം. ചൊവ്വനൂർ എട്ടംപുറം മണ്ടുംപാല വീട്ടിൽ ജോസ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ഫിലോമിന ഭാര്യയും ജോഫി, ജോസി, സിസ്റ്റർ ജെറീന എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ചെറുതുരുത്തി കോടത്തൂർ വീട്ടിൽ ലീല നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ കേശവൻ ഭർത്താവും ഷാജൻ, സതീശൻ, ശൈലജ, ഷീജ എന്നിവർ മക്കളുമാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ ലൈബ്രറിയനും കവിയും സാഹിത്യകാരനുമായ ശങ്കർജി മറ്റത്തിൻ്റെ മകനുമായ കീർത്തി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ദീപ ഭാര്യയും ആർദ്ര, ആർഷ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.